ഒരു കാര്യം ചെയ്യാം, അങ്കിൾ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. അങ്കിൾ ഇന്ന് കുറച്ച് തിരക്കുണ്ട്, ഫംഗ്ഷനൊന്നും നിൽക്കാൻ പറ്റില്ല. എന്നാ മോള് വാ, നമുക്ക് പോവാം. പിന്നെ മോള് സെലക്ട് ചെയ്ത സാരി തന്നെ മതിയല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ വാങ്ങാം. വേണ്ടങ്ങളെ, അത് മതി. അല്ല, അങ്കിൾ എന്തിനാ ഇവിടെ വന്നേ? അത് അങ്കിളിന്റെ അച്ഛന്റെ ബർത്ത്ഡേ നാളെ, ഒരു ഗിഫ്റ്റ് വാങ്ങാനേ വന്നാ. അപ്പൊ അങ്കിളിന്റെ അമ്മയാണ് കൂടുതൽ ഇഷ്ടം അതോ അച്ഛനാണോ? രണ്ടാളിനെയും അങ്കിളിന് ഒരുപാട് ഇഷ്ടം. എനിക്ക് അമ്മയെ വലിയ ഇഷ്ടം. പക്ഷെ എന്റെ അച്ഛനെ കണ്ട ചിലപ്പോ എന്റെ അച്ഛൻ എനിക്ക് വലിയ ഇഷ്ടമോ. അങ്കിളിന് തിരക്കാണെന്നല്ലേ പറഞ്ഞേ? എന്നാ നമുക്ക് പോവാം. മോൾ ഇവിടെ നിൽക്കേ, അങ്കിള് പോയി ആ സാരി മേടിച്ചിട്ട് വരാം. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാതെ ഞാൻ അങ്കിളിനെ വിടില്ല. ഞാൻ എന്തായാലും കട വരെ ഒന്ന് പോയിട്ട് വരാം. മിനിമം ഒരു പായസമെങ്കിലും വേണം. അതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അതൊന്നും വേണ്ട, നീ ഇവിടെ ഇരിക്ക. അത്രയും നേരം നമുക്ക് സംസാരിച്ചെങ്കിലും ഇരിക്കാമല്ലോ. ചേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട, മോളും ഉള്ളതല്ലേ. നമുക്ക് പാൽപ്പായസം മതി, അവക്കത് ഇഷ്ടാവും. ഒന്നും വേണ്ട ശ്യാമേ, അതെല്ലാം മോളുടെ ബർത്ത്ഡേക്ക് ആവട്ടെ, നമുക്കത് ആഘോഷിക്കാം. നീയും അഖിലും കൂടെ വന്നാ മതി. എന്നാലും ചേച്ചി വേണ്ടെന്നേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാ. അതിനിടയ്ക്ക് ഒരു ആഘോഷം. ഞാൻ ആ ജയേഷിനെ വിവാഹം കഴിക്കാത്ത വാശിക്ക അമ്മ ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് പോയത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ കഴിയുക അമ്മ. എന്നോട് വലിയ ദേഷ്യം തോന്നുന്നു. അതൊന്നും സാരമില്ല, അമ്മയ്ക്ക് വിരോധം ആയിക്കോട്ടെ എന്ന് കരുതി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത ചേച്ചി ചെയ്യാൻ പാടുണ്ടോ? എപ്പോ വേണേലും ആ ജയേഷ് ഇവിടെ കയറി വരാം. അതും ഭയന്ന ഓരോ നിമിഷവും ഞാൻ തള്ളി നീക്കുന്നേ. വല്ലാത്തൊരു ജന്മം തന്നെ. ഇങ്ങനെ എന്റെ ശ്രീകുട്ടിയെ നന്നായി വളർത്തണം. ഇപ്പൊ എന്റെ ജീവിത ലക്ഷ്യം അത് മാത്രം. ഇപ്പൊ മോളുടെ നിർബന്ധം കൂടിക്കൂടി വരിക. ഇടയ്ക്കിടയ്ക്ക് അവൾ അച്ഛന്റെ കാര്യം ചോദിക്കും. ആരാ, എവിടാ, ഒന്ന് കണ്ടാ മതി എന്നൊക്കെ നിർബന്ധിക്കും. ഞാൻ പലതും പറഞ്ഞൊഴിയാൻ നോക്കും. പക്ഷെ ഇപ്പൊ അതൊന്നും അവള് കേൾക്കുന്നില്ല. ഒടുവിൽ ഇതിന്റെ പേരില് എന്റെ മോൾ എന്നിൽ നിന്ന് അകലൂന്ന എന്റെ പേടി. എന്റെ ശ്രീകുട്ടി കൂടി എന്നെ വെറുതെ തുടങ്ങിയ ചിലപ്പോ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കാതെ, അങ്ങനെയൊന്നും വരില്ല. ശ്രീകുട്ടി നല്ല മോളാ. ക്രമേണ നമുക്ക് അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. തൽക്കാലം അവളൊന്നും അറിയണ്ട. ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കും എന്റെ ശ്രീകുട്ടിക്ക് വേണ്ടി. അല്ലാതെ എന്ത് ചെയ്യാനാ? അല്ല, മോൾ അപ്പുറത്തിരുന്ന് പഠിക്കാന്നല്ലേ പറഞ്ഞത്? ഇത്രയും നേരമായിട്ട് അവളെ കണ്ടില്ലല്ലോ. അതങ്ങനെ പഠിക്കാൻ ചിലപ്പോ നിർബന്ധിക്കണം. പഠിക്കാൻ തുടങ്ങിയാ പിന്നെ നിർത്തണമെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കണം. ഇടയ്ക്ക് ചെന്ന് ശല്യപ്പെടുത്തുന്നത് അവക്ക് ഇഷ്ടമല്ല. ക്ലാസ്സിൽ ഫസ്റ്റാ അവള്. അത് നല്ല കാര്യമാണല്ലോ. അവള് നന്നായിട്ട് പഠിക്കട്ടെ, മിടുക്കിയായിട്ട് വളരും. ഒടുവിൽ ചേച്ചിയുടെ വിഷമം എല്ലാം തീരും. നോക്കിയോ. അല്ല, അപ്പൊ ഇന്ന് ബർത്ത്ഡേക്ക് മധുരമൊന്നും വേണ്ടെന്നാണോ ചേച്ചി പറയുന്നത്? ഒന്നും വേണ്ട. ശ്യാമ പറഞ്ഞ പോലെ എന്റെ മോള് വളരട്ടെ. എന്റെ ശ്രീകുട്ടി അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു കാലം വരും. അന്ന് മതി നമുക്ക് ആഘോഷമൊക്കെ. ഇന്ന് എന്തായാലും വൈകിട്ട് മോളെയും കൂട്ടി ക്ഷേത്രത്തിലൊന്ന് പോണം. ദേവിയെ തൊഴണം. എന്റെ ബർത്ത്ഡേ ചടങ്ങുകൾ അവിടെ തീരും. അത് മതി.
ദേ മോളെ, ഇത് മോള് വാങ്ങിയ സാരി. ഉം. പിന്നെ ഇതിന് ബർത്ത്ഡേ കേക്കാ, സൂക്ഷിച്ചു കൊണ്ടുപോണേ. അയ്യോ അങ്കിളെ, ഇത് ഞാൻ കൊണ്ടുപോയാ പറ്റില്ല, തറയിൽ വീഴും. പിന്നെ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ മോളെ? എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യും, അമ്മയെ വിളിക്കും, അമ്മ കൊണ്ടുപോകും. അത് വേണ്ട അങ്കിളെ, അങ്കിള് കൊണ്ടുവന്നാ മതി. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ മോളെ, അങ്കിളിന് പോയിട്ടൊരു അത്യാവശ്യമുണ്ട്, പിന്നൊരിക്കൽ അങ്കിള് വരാം. അത് പറ്റില്ല, അങ്കിൾ അകത്തേക്ക് വാ. അയ്യോ, അത് വേണ്ട മോളെ, അങ്കിളിന് അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. എന്റെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അങ്കിളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷാവും. മോളെ മോളെ അത് ശരിയാവില്ല, അങ്കിളിപ്പോ പോയേക്കാം. അതെന്താ ശരിയാവത്തെ? കേക്ക് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് അങ്കിള് പോയാ മതി. മോളെ ശ്രീകുട്ടി, അങ്കിള് പറയുന്നൊന്ന് കേക്ക്, അത് ശരിയാവില്ല. അപ്പൊ അങ്കിളിന് എന്നെ ഇഷ്ടമല്ല, അതാ. അതല്ല മോളെ, അത് ശരിയാവില്ല, അതാ, അത് പറ്റില്ല. അത് പറ്റും, ഞാനാ വിളിക്കുന്നേ. അങ്കിൾ എങ്ങും പോവില്ല. മോളെ അങ്കിള് അങ്കിള് വന്നേ, നമുക്ക് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? അമ്മ കാണാതെ നമുക്ക് രണ്ടുപേർക്കും അകത്ത് കിടക്കാം, എന്നിട്ട് ഈ ബർത്ത്ഡേ കേക്ക് അലങ്കരിച്ചു വെക്കാം. അപ്പൊ അങ്കിള് പുറത്ത് മറഞ്ഞു നിൽക്കണം, കേട്ടോ? ഞാൻ ഈ സാരി അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കും. എവിടെന്നാന്നൊക്കെ അമ്മ ചോദിക്കും. അങ്കിള് വാങ്ങിയതാണെന്ന് അമ്മയുടെ അടുത്ത് അപ്പ ഞാൻ പറയില്ല. പിന്നെ അമ്മ ഈ സാരി ഉടുത്തു വരും. കേക്ക് കെട്ടിയാൻ ഒരുങ്ങുമ്പോ ഞാൻ അങ്കിളിനെ വിളിക്കും. അപ്പ അമ്മ അങ്കിളിനെ കണ്ടാ മതി. അങ്കിൾ എന്റെ അമ്മ എവിടെയാന്ന് ചോദിച്ചിട്ടില്ലേ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഇന്ന് കാണാൻ പോവാ. അതുവരെ അത് സസ്പെൻസ് ആയിട്ടിരിക്കണം. മോളെ അത് വേണോ? വേണം. അപ്പ ഞാൻ പറയും ഇതെല്ലാം മേടിച്ചെന്നത് അങ്കിളാണെന്ന്. വേറെ ആരുമില്ല. പൈസ ഇല്ലെന്ന് പറഞ്ഞ് അമ്മ ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കുക. അപ്പൊ അമ്മയ്ക്ക് ഇന്നൊരു സർപ്രൈസ് കൊടുക്കണം. അത് നല്ല രസാവില്ലെങ്കിൽ. അത് അങ്കിൾ ഒന്നും പറയണ്ട. അങ്കിള് വന്നേ. ഈ ശ്രീകുട്ടിയെ വിളിക്കുന്നേ. വന്നേ അങ്കിൾ, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. മോളെ ഞാന് അത് മോളുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് അതൊന്നും ശരിയാവില്ല മോളെ. അത് വേണം, ശരിയാവും. ആ അങ്കിളെ, ഞാൻ അങ്കിളിന് ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. അതാരെ? അതും സർപ്രൈസാ. അങ്കിള് വാ. നോക്കിക്കോ അങ്കിൾ, ഈ ബർത്ത്ഡേ അമ്മ മറക്കില്ല. എല്ലാം ശ്രീകുട്ടിയുടെ പ്ലാനിങ്ങാ. അങ്കിള് വാ. വാ അങ്കിളെ. അല്ല, ഇത്ര നേരമായിട്ട് ശ്രീകുട്ടിയെ കണ്ടില്ലല്ലോ. ഇതുവരെ പഠിച്ചു തീർന്നില്ലേ? ഞാനൊന്ന് പോയി നോക്കട്ടെ ശ്യാമേ. ഞാനിവിടെ ഉണ്ട്. എത്തിയോ? മോൾ ഇത്ര നേരം പഠിക്കുമായിരുന്നോ? ഇല്ല, ഞാൻ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. ഗിഫ്റ്റ് വാങ്ങാൻ പോയെന്നോ? എവിടെ? ഗിഫ്റ്റോ? മോള് വാങ്ങിയോ? ഏയ് വെറുതെ. ഇല്ല, ഞാൻ വാങ്ങി. ദാ അമ്മേ. അല്ല, ഇതെന്താ? അതൊക്കെ ഉണ്ട്, ചേച്ചി കണ്ടോ? ദാ അമ്മേ, ബർത്ത്ഡേ ഗിഫ്റ്റാ. എന്റെ ബർത്ത്ഡേ നീ എങ്ങനെ അറിഞ്ഞു? അത് അമ്മ ശ്യാമേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. ആ, ഓ, എന്നിട്ട് ഈ ഗിഫ്റ്റ് എവിടെന്നാ? അത് ഞാൻ മേടിച്ചു. എവിടെന്ന്? കടയിന്ന്. നീയോ? കടയെന്നോ? നീയോ? ആ, മോള് വെറുതെ പറയാ.
അതൊക്കെ പിന്നെ പറയാം. ആദ്യം അമ്മ ഇത് തുറന്നു നോക്ക്, എന്നിട്ട് ഇഷ്ടമായോന്ന് പറയും. ഇവൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ശ്രീകുട്ടി കൊണ്ടുവന്നതല്ലേ, ചേച്ചി വാങ്ങിച്ച് തുറന്നു നോക്ക്. ദാ അമ്മ തുറന്നു നോക്ക്. നോക്ക്. ഇത് സാരിയാ ശ്യാമേ? സാരി എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഇഷ്ടായോ? സാരി ഇഷ്ടായി, പക്ഷെ ഇത് എവിടെ നിന്നാ മനസ്സിലാവാത്തെ? ആദ്യം അമ്മ ഇത് ഉടുത്തിട്ട് വന്നേ, വേഗം വേണം. എന്നാലും ഇത് എവിടെ നിന്നാന്ന് പറയുമോളെ? അതൊക്കെ പിന്നീട് പറയാം. ആദ്യം അമ്മ ഇത് ഉടുത്തിട്ട് വാ. ശ്ശേ. ചേച്ചി ഇത് ഉടുത്തിട്ട് വാ, മോളുടെ ആഗ്രഹമല്ലേ. ഹ, എന്നാലും ഇത് എവിടുന്നാ എങ്ങനാന്നൊന്നും അറിയാതെ. ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതല്ലേ, ഉടുത്തിട്ട് വാ അമ്മേ. സാരമില്ല, പോയി എടുത്തിട്ട് വാ. എന്നാലും ശ്യാമേ, സാരമില്ലെന്നേ, നമുക്കെല്ലാം ചോദിച്ചറിയാലോ. ഇപ്പൊ സാരി എടുത്തിട്ട് വാ. ചെല്ലമ്മേ. ഈ അമ്മയ്ക്ക് എന്താ ശ്രീകുട്ടിയെ വിശ്വാസമില്ലേ? ഞാനിത് ഉടുത്തിട്ട് വരാം. അപ്പൊ നീ ഇത് എവിടുന്നാന്ന് പറയണം. വരട്ടെ, അതൊക്കെ ഞാൻ പറയാം. ചേച്ചി ചെല്ല്. പോ അമ്മേ. ചെല്ല്. ഇങ്ങ് വന്നേ. ഇനി മോള് ശ്യാമേച്ചോട് പറ, മോക്ക് ആ സാരി എവിടെന്നാ കിട്ടിയേ? നല്ല സാരിയാ. ശ്യാമേച്ചല്ലേ ചോദിക്കുന്നേ? സത്യം പറ. എല്ലാം സസ്പെൻസാ. സസ്പെൻസോ? ആ, ശ്യാമേച്ചി നോക്കിക്കോ, ഞാൻ ഇന്ന് അമ്മയൊന്ന് ഞെട്ടിക്കാൻ പോവാ. മനസ്സിലായില്ല. അതൊക്കെയുണ്ട്. ശ്യാമേച്ചി ഇവിടെ തന്നെ നിക്ക്, ഞാൻ ഇപ്പൊ വരാവേ. അല്ല, ശ്രീകുട്ടിക്ക് ഈ സാരി എവിടെന്നാ കിട്ടിയേ? ഇനി അശ്വതീച്ചയുടെ അമ്മ വാങ്ങിച്ചോണ്ട് വന്ന് കൊടുത്തതാണോ? എന്നാലും ആ അമ്മ എവിടെ? അങ്കിളെ, ഇത് നന്നായിട്ടുണ്ടല്ലോ. ആണോ? മോൾക്ക് ഇഷ്ടായോ? മോള് പറഞ്ഞതുപോലെ അങ്കിൾ എല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോഴേ എന്റെ അമ്മയ്ക്ക് വലിയ സന്തോഷാവും അങ്കിളെ. പൈസ കിട്ടിയാലും എന്റെ അമ്മ നല്ല സാരിയൊന്നും വാങ്ങില്ല അങ്കിളെ, പക്ഷെ എനിക്കെല്ലാം വാങ്ങിത്തരും. ശരി, മോള് ചെന്ന് അമ്മയോട് വേഗം റെഡിയായി ഇങ്ങോട്ട് വരാൻ പറ. കേക്ക് മുറിച്ചാൽ ഉടൻ തന്നെ അങ്കിളിന് ഇവിടുന്ന് പോണം. മോള് നിർബന്ധിച്ചുകൊണ്ട് മാത്രം അങ്കിൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അമ്മ ഇപ്പൊ റെഡിയാവും. അമ്മയും കുട്ടി ഞാൻ വരുമ്പോഴേ അങ്കിൾ അപ്പുറത്ത് മറിഞ്ഞു നിൽക്കണം. അതെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനാ. സമയമാകുമ്പോ ഞാൻ അങ്കിളിനെ വിളിക്കും, അപ്പൊ ഇങ്ങോട്ട് വന്നാ മതി. മോളുടെ ആഗ്രഹമല്ലേ, അങ്കിൾ സമ്മതിച്ചിരിക്കുന്നു. എന്റെ നല്ല സ്വീറ്റ് അങ്കിൾ. എന്നാ ഞാൻ പോയി അമ്മയെ കൂട്ടിയിട്ട് വരാം കേട്ടോ. അങ്കിള് പുറത്ത് മാറി നിൽക്ക്, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. ശരി മോളെ, ഓക്കെ.
അമ്മയ്ക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ആരും ഇല്ലെന്ന് വിഷമമല്ലേ? അപ്പന്ന് ശ്യാമേച്ചിയും അങ്കിളും കൂടിയുണ്ട്. അമ്മയ്ക്ക് സന്തോഷവും. നോക്കട്ടെ, ഈ സാരി ചേച്ചിക്ക് നന്നായിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇത് നന്നായിട്ടുണ്ടല്ലോ മോളെ. ഈ സാരി ആരാ സെലക്ട് ചെയ്തേ? ഞാനാ. ഏയ്, വെറുതെ കള്ളം പറയല്ലേ. മോൾ അപ്പുറത്തിരുന്ന് പുസ്തകം വായിക്കല്ലായിരുന്നോ? അതൊക്കെ ഉണ്ട്. അമ്മ വന്നേ. എല്ലാം പിന്നെ പറയാമേ. എവിടേക്ക്? ഞാനല്ലേ വിളിക്കുന്നേ. ഇത്ര പേടിക്കുന്നത് എന്തിനാ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ കൊറേ നേരായിട്ട് നീ എന്തൊക്കെയാ കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ഞാനിപ്പോ മനസ്സിലാക്കി തരാം. മോൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി ഒപ്പം ചെന്നേ. അല്ല, ഇത്ര പെട്ടെന്ന് ഇവളീ പുതിയ സാരി കൊണ്ടുവരാന്ന് പറഞ്ഞാ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. വാ അമ്മേ, സമയമായി. ഒന്ന് ചെല്ല് ചേച്ചി, മോളെ വിഷമിപ്പിക്കല്ലേ. ചെല്ല്. വാ അമ്മേ. ശ്യാമേച്ചി വാ. ആ, സർപ്രൈസ് എന്താണെന്ന് എനിക്കും കൂടി അറിയണമല്ലോ. വാ, ഞാനും വരാം. വാ അമ്മേ, വാ. എങ്ങനെയുണ്ട് അമ്മേ? മോളെ, ഇതൊക്കെ എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ ഒരു ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ഉറപ്പാ, ഇത് മോൾ ഒറ്റയ്ക്കല്ല എന്തായാലും ചെയ്തേ. അശ്വതീച്ചയുടെ അമ്മ വന്നു അല്ലേ? മുത്തശ്ശി മോളും കൂടെ അല്ലേ ഇതൊക്കെ ചെയ്തത്? മോളെ, ആരാ ഇതൊക്കെ ചെയ്തേ? പറയേ. ഇത് ചെയ്തത് വേറൊരാളാ. വേറൊരാളോ? ആ, എന്നും അമ്മയെ കാണണമെന്ന് എന്നോട് പറയും. ഇതുവരെ അമ്മയെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതാരാ? ഇന്ന് ഞാൻ അമ്മയെ കാണിച്ചു കൊടുക്കാന്നേ വാക്ക് കൊടുത്തിട്ടുണ്ട്. സമയമായി. അങ്കിളെ വാ. ആരാ? അങ്കിളെ വാ.